ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണെന്ന് പ്രതിപക്ഷം. എല്ലാ ആരോഗ്യ മേഖലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ റിപ്പോർട്ട് തേടി ആരോഗ്യമന്ത്രി. ഈ റിപ്പോർട്ടുകളൊക്കെ പ്രസിദ്ധീകരിച്ചാൽ തന്നെ ഒരു 10-15 വോളിയമുള്ള പുസ്തകങ്ങളാക്കാമെന്ന് പ്രതിപക്ഷത്തിൻ്റെ പരിഹസിക്കൽ. കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ശരിക്കും വെന്റിലേറ്ററിലാണോ, അതോ സർക്കാരും അതുപോലെ തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജും പറയുന്നത് പോലെ ആരോഗ്യ കേരളം കുതിച്ച് കയറ്റത്തിൻ്റെ പാതയിലാണോ? ശരിക്കു പറഞ്ഞാൽ ആരോഗ്യ കേരളം ഒരു പരിധിവരെ കേരളത്തിലെ എല്ലാ വിഭാഗം ആളുകളും ആശ്രയിക്കുന്ന ഒരു മേഖലയായി മാറിയിട്ടുണ്ട്. മുമ്പൊക്കെ സർക്കാർ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ചികിത്സ കിട്ടില്ല, ഗുണകരമായ ചികിത്സ കിട്ടില്ല എന്ന് പറഞ്ഞ് സ്വകാര്യ ആശുപത്രിയിൽ പോയിരുന്ന ഒരുവിധം മിഡിൽ ക്ലാസ് ആളുകളും അതുപോലെ തന്നെ അതിസമ്പന്നരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആളുകളുമൊക്കെ സർക്കാർ ആശുപത്രിയിൽ ക്യൂ നിന്ന് OP ടിക്കറ്റ് എടുത്ത് OPയിലും അതുപോലെ തന്നെ വിദഗ്ധ ചികിത്സയും ഒക്കെ നേടുന്ന കാഴ്ചയാണ് സർക്കാർ ആശുപത്രികളിൽ കാണുന്നത്. അത് സർക്കാരിൻ്റെ അവകാശവാദം ശരിവയ്ക്കുന്നതാണ്. എന്നാൽ പ്രതിപക്ഷ നേതാവ് പറയുന്ന വെന്റിലേറ്ററിൻ്റെ അവസ്ഥയോ? തീർച്ചയായും അങ്ങനെ കുറേയധികം ബ്യൂറോക്രാറ്റുകളുടെ ഇടപെടൽ കൊണ്ട് മാത്രം തകർന്ന് കൂപ്പുകുത്തുന്ന ആശുപത്രികളും കേരളത്തിലുണ്ട് എന്നത് വാസ്തവമാണ്. അതാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ അല്ലെങ്കിൽ ഡോക്ടർ ഹാരിസ് ഹസൻ അദ്ദേഹത്തിൻ്റെ FB കുറിപ്പിലൂടെ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തെ വിളിച്ച് അറിയിച്ചത്. എന്തുകൊണ്ട് ഹാരിസ് ഹസൻ വിളിച്ച് ഇക്കാര്യങ്ങൾ പറഞ്ഞു? ഞാൻ കഴിഞ്ഞ ദിവസം വാർത്ത നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞിരുന്നു. അവിടെ കാർഷിക സർവകലാശാലയിൽ പഠിക്കുന്ന ഒരു ബിരുദ വിദ്യാർത്ഥി, അദ്ദേഹത്തിന് വൃക്ക സംബന്ധമായ പ്രശ്നമുണ്ട്, ശസ്ത്രക്രിയ ആവശ്യമാണ്. പലകുറി മാറ്റിവെച്ചു. വീണ്ടും അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി ഡോക്ടർക്ക് പറയേണ്ടി വരുന്നു, നിങ്ങളുടെ ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ലാത്തത് കൊണ്ട് മാറ്റിവെക്കേണ്ടി വരുന്നു എന്ന നിസ്സഹായ അവസ്ഥയിൽ സ്വന്തം മകൻ്റെ പ്രായമുള്ള ഒരു വിദ്യാർത്ഥിയോട് നിങ്ങളുടെ ശസ്ത്രക്രിയ ഇന്നും മാറ്റിവെക്കുകയാണെന്ന് പറയേണ്ട നിസ്സഹായ അവസ്ഥയിലാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയം പൊട്ടുകയും അതായത് ഡോക്ടർക്ക് കണ്ണു നിറയുകയും അദ്ദേഹം സത്യസന്ധമായ കാര്യങ്ങൾ വിളിച്ചു പറയുകയും ചെയ്യുന്നത്. രാജിവെച്ചാലോ, 56 വയസ്സായി, ഇനിയും തള്ളി ഉന്തി എന്തിന് കൊണ്ടുപോകണം? ജോലി രാജിവെച്ച് വീട്ടിൽ പോയാൽ പോരെ, അല്ലെങ്കിൽ സ്വകാര്യ പ്രാക്ടീസിന് പോയാൽ മതിയല്ലോ, എന്തിനിങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കണമെന്ന ചിന്ത. കമലേശ്വരത്തു നിന്ന് ഇരുചക്ര വാഹനത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്ന ആൾ 2024 സർവീസ് റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ 360 ദിവസവും ജോലിക്ക് ഹാജരായ ഡോക്ടർ, ജനകീയ ഡോക്ടർ എന്ന പേരെടുത്ത ഡോക്ടർ, അദ്ദേഹമാണ് വേദനയോടെ. പോരാത്തതിന് ഇടതുപക്ഷ സഹയാത്രികൻ, ഇടതുപക്ഷവുമായി അടുത്ത് നിൽക്കുന്ന ആൾ, ആരോഗ്യമന്ത്രിയുടെ ഓഫീസുമായുള്ള നല്ല പിടിപാട്. ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ പലകുറി പോയി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഉപകരണങ്ങളില്ല എന്നൊക്കെ. അദ്ദേഹം കഴിഞ്ഞ ദിവസം മീഡിയകളിൽ വന്നപ്പോഴൊക്കെ പറഞ്ഞു, ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലുള്ള സജീവനോടൊക്കെ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്, ഇക്കാര്യങ്ങളിലൊന്നും തീരുമാനമായിട്ടില്ല എന്ന് അദ്ദേഹം എടുത്തെടുത്ത് പറയുന്നു. അദ്ദേഹം പറയുന്നു, എനിക്ക് 3.5 ലക്ഷം രൂപ ശമ്പളമുണ്ട്, ആ ശമ്പളം ഞാൻ നിങ്ങളുടെ പൈസ ഖജനാവിൽ എത്തുന്നു, അതിൽ നിന്നാണ് എനിക്ക് ശമ്പളം തരുന്നത്, ആ ശമ്പളം മുടങ്ങാതെ ഞാൻ വാങ്ങി എൻ്റെ കുടുംബം നോക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് സേവനം തരാൻ കഴിയാതെ വരുമ്പോൾ ഉണ്ടാകുന്നൊരു മനസാക്ഷിക്കുത്തുണ്ടല്ലോ, ആ മനസാക്ഷിക്കുത്തിൽ നിന്നാണ് ഞാനിതൊക്കെ എഴുതുന്നത് എന്ന് ഹാരിസ് ചിറക്കൽ എഴുതി വയ്ക്കുകയും ചെയ്യുന്നു. ആ എഴുത്ത് വാസ്തവമാണെന്ന് സമർത്ഥിച്ചുകൊണ്ട് കേരളം ഒന്നടങ്കം അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തപ്പോൾ സർക്കാർ ഒന്നയഞ്ഞു. സർക്കാരിനെ കുറ്റപ്പെടുത്താതിരിക്കാൻ തരമില്ല. കാരണം നാട് നീളെ എന്ത് നടന്നാലും വീണ ജോർജ് എന്ന് പറയുന്ന മന്ത്രി ഉടനെ റിപ്പോർട്ട് തേടും. അതാണ് പ്രതിപക്ഷ നേതാവ് പരിഹസിക്കുന്നത്. ഇത്രയധികം റിപ്പോർട്ട് തേടിയ വേറൊരു മന്ത്രി കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടാവില്ല. വാസ്തവമാണ്. നിങ്ങൾ തന്നെ ചുമ്മാ ഒന്ന് കണക്കെടുത്ത് നോക്കിയാൽ മതി. എന്ത് സംഭവം വന്നാലും റിപ്പോർട്ട് തേടും. ഈ റിപ്പോർട്ടുകളൊക്കെ അടുക്കി വെച്ചാൽ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ മറ്റാർക്കും ഇരിക്കാൻ സ്ഥലമില്ലാതെ വരും. അത്രമാത്രമുണ്ട് റിപ്പോർട്ടുകൾ. ഈ റിപ്പോർട്ടിന്മേൽ എന്തെങ്കിലും നടപടിയെടുത്തതായിട്ട് ഇന്നേ വരെ ഏതെങ്കിലും ഒരു വ്യക്തി കണ്ടിട്ടുണ്ടോ, പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അവിടെയാണ് പ്രതിസന്ധി. ഇപ്പോഴും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഹാരിസ് ചിറക്കൽ എന്ന ഡോക്ടറുടെ വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിലും ആരോഗ്യമന്ത്രി 4 അംഗ സമിതിയെ നിയോഗിച്ചു. ഡോക്ടർ പത്മകുമാർ ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പലാണ്. അതുപോലെ ഡോക്ടർ ജയകുമാർ കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടാണ്. അതുപോലെ തന്നെ ഡോക്ടർ S ഗോമതി, ഡോക്ടർ A രാജീവൻ, ഈ 4 പേരടങ്ങുന്ന സമിതിയാണ് നിയോഗിച്ചിട്ടുള്ളത്. ഈ 4 പേരിൽ 2 പേര് ജനകീയ ഡോക്ടർമാരാണെന്ന് നേരത്തെ തന്നെ ഖ്യാതി നേടിയ വ്യക്തികളാണ്, പത്മകുമാർ ഡോക്ടറും ജയകുമാർ ഡോക്ടറും. അവർ ഈ സമിതിയിലുള്ളത് കൊണ്ട് സത്യമായി പുറത്തു വരുമെന്ന് വിശ്വസിക്കുന്ന വ്യക്തി കൂടിയാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ. എന്നാൽ നമ്മുടെ മെഡിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പിൻ്റെ മേധാവി വിശ്വനാഥൻ, അദ്ദേഹം പറയുന്നത് ഈ ഹാരിസ് ചിറക്കൽ പറയുന്നതൊക്കെ മഹാപൊട്ടത്തരമാണ്, അങ്ങനെയൊന്നും നടക്കുന്നില്ല, ആനയാണ് ചേനയാണെന്ന് പറഞ്ഞ് ഹാരിസ് ചിറക്കലിനെ അടച്ചാക്ഷേപിക്കാൻ രംഗത്ത് വന്നു. അതുപോലെ 1 മാസം മുമ്പ് മാത്രം മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പളായി ചുമതലയേറ്റ ശ്രീ ജബ്ബാറും പറയുന്നു, ഹാരിസിൻ്റെ യാതൊരു പർച്ചേസിംഗ് ഓർഡറും നമ്മുടെ കയ്യിലില്ല, എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്ന് പറയുന്നു. ഇത് എവിടെയാണ് വാസ്തവം?
ഹാരിസ് ചിറക്കൽ പറയുന്നത് തന്നെയായിരിക്കും വാസ്തവം. മറ്റുള്ള ആളുകൾ ഈ രണ്ടുപേരെയും ജനങ്ങൾ അങ്ങനെ മുഖവിലേക്ക് എടുക്കുന്നില്ല. ഒരു മാസം മുമ്പ് വന്ന ആളിന്, ഒരു മാസം മാത്രം എക്സ്പീരിയൻസ് ഉള്ള, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രിൻസിപ്പളായി എക്സ്പീരിയൻസ് ഉള്ള ആളിന് കൃത്യമായ കഥ അറിയണമെന്നില്ല. വിശ്വനാഥൻ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് ഇത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തൊപ്പി തെറിക്കുമോ എന്ന ഒരു ഭയവും ഉണ്ടാകാം. പക്ഷേ ഹാരിസ് ചിറക്കൽ പറഞ്ഞത് വാസ്തവമാണ്. നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയി നോക്കിയാൽ കാര്യങ്ങൾ അറിയാം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, അതിന്ന് മനോരമയിൽ വാർത്തയായിട്ട് വന്നിട്ടുണ്ട്. ഉപകരണങ്ങൾ ഇങ്ങനെ തുരുമ്പിച്ചിരിക്കുന്ന അവസ്ഥ. അത് കാരണം ഇത് വാങ്ങുന്നു, പർച്ചേസ് ചെയ്യുന്നു, ഇത് പഠിപ്പിക്കും. ഉപകരണം എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുക്കാനോ പരിശീലനമില്ല. വേണ്ട തസ്തികകളിൽ ആളെ നിയമിക്കുന്നില്ല. ഉള്ള കുറേ ആളുകളുണ്ടെങ്കിൽ അവർ വിദേശത്തോ അനധികൃത അവധിയിലോ ആണ്. അങ്ങനെ കുറേ പേരെ 300ഓളം പേരെ പിരിച്ചുവിട്ടിട്ടുമുണ്ട്. ഇതാണ് ആരോഗ്യവകുപ്പിൻ്റെ അനാരോഗ്യകരമായ അവസ്ഥ. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ആരോഗ്യവകുപ്പിനെ നോക്കി കളിയാക്കുന്നത്. ആരോഗ്യവകുപ്പ് വെന്റിലേറ്ററിലാണ്, അല്ലെങ്കിൽ ആരോഗ്യ സംവിധാനം വെന്റിലേറ്ററിലാണ് എന്ന് പറയുന്നത്. വെന്റിലേറ്ററിൽ ആണ് എന്ന് പറയുന്നത് നമുക്ക് അങ്ങ് പൂർണ്ണമായി അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ലെങ്കിൽ പോലും ICUവിലെങ്കിലും ആണ് എന്ന് പറയേണ്ടി വരും. വീണ ജോർജ് വെറുതെ റിപ്പോർട്ട് തേടിയാൽ പോരാ, കൃത്യമായ നടപടികൾ കൂടി എടുക്കാൻ പ്രാപ്തയായ മന്ത്രിയെന്ന് കാണിച്ചു കൊടുക്കണം. അല്ലാതെ ഓടി നടന്ന എല്ലായിടത്തും ഉദ്ഘാടനവും വലിയ കണ്ണീർ കഥകളൊക്കെ കേൾക്കുന്ന മന്ത്രിയൊക്കെ തന്നെയാണ്. വലിയ ജനകീയ മുഖമൊക്കെ ഉണ്ട് മന്ത്രിക്ക്. പക്ഷേ മന്ത്രി ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ റിപ്പോർട്ട് തേടൽ മാത്രമല്ല, റിപ്പോർട്ട് കിട്ടിയിട്ട് ആ റിപ്പോർട്ടിന്മേൽ എന്ത് നടപടിയെടുത്തു, എന്താണ് നടപടി എന്നുകൂടി വെളിപ്പെടുത്താൻ മന്ത്രി തയ്യാറാകണം. അതിനുകൂടി തയ്യാറായാൽ മാത്രമേ ഈ മന്ത്രിസഭയ്ക്ക് മന്ത്രിയെ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായി എന്ന്, അല്ലെങ്കിൽ നാടിന് എന്തെങ്കിലും ഗുണമുണ്ടായി എന്ന് ജനങ്ങൾ വിശ്വസിക്കുകയുള്ളൂ.